എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു വാക്കിനെ കുറിച്ചാണ് കേട്ടോ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു ഗ്ലോബൽ ലെവലിൽ തന്നെ പലരുടെയും ലൈഫ് സ്റ്റൈൽസ് കാണാനും അതൊക്കെ അറിയാനും ഒക്കെയുള്ള ഒരു ഫെസിലിറ്റീസ് ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. അവർക്കത് ഉള്ളതുകൊണ്ട് എനിക്കും അത് വേണം. ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈഫിലെ പല ഡിസിഷൻസും എടുക്കുന്നത്. അത് ഹലോ, അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു ബിക്കംലി. ഇന്ന് ഞാൻ സെൽഫ് ഹെൽപ്പ് ടോപ്പിക് അല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഒരു വാക്കിനെ കുറിച്ചാണ് കേട്ടോ സംസാരിക്കാൻ പോകുന്നത്. ആ വാക്ക് വേറൊന്നുമല്ല, ഫ്രൂഗൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഒരു വേർഡ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നത്, എൻകൗണ്ടർ ആവുന്നത്. അപ്പം ആദ്യം തന്നെ അത് ആ കമ്പനിയുടെ ഒരു പോളിസി ആയിരുന്നു, ഫ്രൂഗാലിറ്റി എന്നൊക്കെ പറയുന്നത്. അത് എനിക്ക് ഇതിൻ്റെ മീനിങ് അത്ര നിശ്ചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മുടെ ലൈഫിലും വളരെ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വേർഡാണ് ഫ്രൂഗൽ അല്ലെങ്കിൽ ഫ്രൂഗാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ പലപ്പോഴും പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഡിക്ഷണറിയൊക്കെ തപ്പി നോക്കുന്നുണ്ടാവും. പക്ഷെ ആ വേർഡിൻ്റെ മീനിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ എനിക്ക് വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. നമ്മൾ പലരും ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ വേൾഡിലല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മുടെ ചുറ്റും അവൈലബിൾ ആണ് അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അപ്പോഴും നമ്മുടെ ചുറ്റുപാടുള്ളവരെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. ലൈക്ക് നമ്മുടെ അയൽക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കൊരു ഗ്ലോബൽ ലെവലിൽ തന്നെ പലരുടെയും ലൈഫ് സ്റ്റൈൽസ് കാണാനും അതൊക്കെ അറിയാനും ഒക്കെയുള്ള ഒരു ഫെസിലിറ്റീസ് ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ പലതും ലാക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു തോന്നൽ വരാനുള്ള ഒരു റീസണാണ് പലപ്പോഴും ഇതുപോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഒരിക്കലും ഞാൻ നോക്കുന്നത് തെറ്റാണെന്ന് പറയില്ല, പക്ഷേ നമ്മൾ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻഗേജ് ആവുന്നതും അത് നമ്മളുടെ മൈൻഡ് സെറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ വേർഡിലോട്ട് കടന്നു വരാം. ഓക്കെ, അപ്പോൾ ഫ്രൂഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ വളരെ ഒരു മിനിമലിസ്റ്റിക് തിങ്, നമ്മൾ ആവശ്യത്തിന് മാത്രം ഓരോ സാധനങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പം ഫ്രൂഗലായിട്ട് നമ്മൾ പൈസ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ നമ്മൾ പൈസ ചിലവാക്കുന്നില്ല എന്നല്ല മീനിങ്. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പൈസ ചിലവാക്കുക, ആവശ്യത്തിന് മാത്രം പൈസ ചിലവാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു രീതി. അതായത് നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മളുടെ റിസോഴ്സസ് വളരെ കെയർഫുൾ ആയിട്ട്, വളരെ എന്താ പറയുക, ഒപ്റ്റിമൽ യൂസ് എന്നൊക്കെ പറയുന്നില്ലേ, ആ രീതിയിൽ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രൂഗാലിറ്റി അല്ലെങ്കിൽ ഫ്രൂഗൽ എന്ന് പറയുക. അപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു വെർച്യു ആണ് ഈ ഫ്രൂഗൽ അല്ലെങ്കിൽ ഫ്രൂഗാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ വേണമെന്നില്ല. ഇപ്പം നമ്മളൊരു ഓഫീസിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റിയിൽ ജനറലി ഇരിക്കുവാണെങ്കിൽ നമ്മൾ വീട്, കാറ് അങ്ങനെ പലതും നമ്മൾ എയിം ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഇവരുടെയൊക്കെ ലൈഫ് എങ്ങനെ പോകുന്നു, ഞാനത് ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർക്കത് ഉള്ളതുകൊണ്ട് എനിക്കും അത് വേണം. ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈഫിലെ പല ഡിസിഷൻസും എടുക്കുന്നത്. അത് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ഡിസിഷൻസ് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്. ഈവൻ നമ്മുടെ കല്യാണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോകുന്നതായിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ എന്താ പറയുക, ഒരുപാട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ഫ്രൂഗാലിറ്റി പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ പുറത്തേക്ക് വരണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെപ്പോഴും നമുക്കാണ് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമുക്കത് ആവശ്യമാണോ, നമുക്കത് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണോ, നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഇപ്പം ഓരോരുത്തരുടെ ലൈഫും ഓരോ പോലെയാണ്. ചിലർക്ക് ചിലപ്പം സപ്പോർട്ടീവ് പേരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ മണി വൈസ് അവർ കുറച്ചും കൂടെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഓൾറെഡി റിസോഴ്സസ് ഉണ്ടാവും. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് പല ഡിഫറൻസസ് ഉണ്ടാവും നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ. അപ്പം ഒരു കാര്യം ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ആ കാര്യം തന്നെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കതിൽ സക്സസ്ഫുൾ ആവാനും പറ്റില്ല, പ്ലസ് അത് നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കാറുമുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ മാറ്റി വെക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രൂഗാലിറ്റി എന്നത് നമുക്ക് ലൈഫിൽ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. അതായത്
നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ, നമുക്ക് എത്രമാത്രം ഫൈനാൻഷ്യൽ എന്താ പറയുക റിസോഴ്സസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഈ ഫ്രുഗാലിറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ഒരു മണി ആസ്പെക്റ്റിലാണ്. കാരണം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് കാണും അല്ലെ, എസ്പെഷ്യലി നമ്മൾ ലേഡീസ്, നമ്മൾ സ്ത്രീകൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പം എല്ലാവരുടെ വീട്ടിലും എയർ ഫ്രയർ ഉണ്ടാവും, ഡിഷ് വാഷർ ഉണ്ടാവും, അതുപോലെ തന്നെ പല സാധനങ്ങളും ഉണ്ടാവും. പല ഇൻഫ്ലുവൻസേഴ്സും പല സാധനങ്ങളും എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ ഞാൻ ഇത് വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, ഇതിൻ്റെ റിവ്യൂ നല്ലതാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ പറയുമ്പോൾ നമുക്കും തീർച്ചയായിട്ടും അതൊക്കെ മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നും അല്ലേ. പക്ഷെ അതിൻ്റെ യൂട്ടിലിറ്റി എന്തുമാത്രമാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ മെമ്പേഴ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത്രയും ഡിഷ് വാഷറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്നത് കമ്പാരിറ്റീവ്ലി ഒരു സ്മോളർ സ്പേസിലായിരിക്കും, നമുക്ക് ചിലപ്പോൾ ഒരു ക്ലീനിങ് റോബോട്ടിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെ മേ ബി നമ്മൾ എയർ ഫ്രയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പം അതിലും നന്നായിട്ട് നല്ല ഐറ്റം നമുക്ക് സ്റ്റൗ ടോപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വരുമ്പം നമ്മൾ വളരെ വളരെ ആലോചിച്ചിട്ട് വേണം ഈ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. ഒരിക്കലും നമ്മൾ ഒരാൾ ചെയ്യുന്നു എന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ല, അവരുടെ സോഴ്സ് ഓഫ് ഇൻകം, അവർ ഈ എന്താ പറയുക ഈ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുന്നതിൻ്റെ പൈസയുടെ സോഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പം ആ കമ്പനി അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തതായിരിക്കും. അങ്ങനെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? എന്നാൽ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ ആണ്. ഇപ്പം നമുക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കൊരാൾ ഒരു എയർ ഫ്രയർ ഗിഫ്റ്റ് ചെയ്യാണ്, ദാറ്റ് ഈസ് ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട്ലി അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പാത്രം കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്യുന്ന ആളാണ്, നമുക്ക് എന്താണ് പറയുക വീട്ടിൽ വേറെ മെയ്ഡൊന്നുമില്ല, നമുക്ക് ഇതുകൊണ്ട് സമയം ലാഭിക്കാൻ പറ്റും, ആ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസേനേക്കാളും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോരുത്തരുടെ ലൈഫും ഓരോന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അവരിടയ്ക്കിടയ്ക്ക് ടൂർ പോകുന്നു, എനിക്കും പോകണം, അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരു ലോങ് ടേമിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരാളൊരു കാര്യം ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചിലപ്പോൾ നമുക്കത് കൊക്കിൽ ഒതുങ്ങാത്തതാണെങ്കിൽ നമുക്ക് ചിലപ്പം അഡ്വേഴ്സ് എഫക്ട്സ് ഒരുപാടുണ്ടാവും. അപ്പോൾ ലൈഫിൽ എല്ലാവരും വളരെ ഫ്രൂഗലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ റിസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മുടെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൻ്റെ എൻഡിൽ ഞാൻ വിചാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.